ഇപ്പോൾ മോഹൻലാലും ബി ഉണ്ണികൃഷ്ണനും കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മോഹൻലാലിന് ഏറ്റവും അധികം വിഷമത്തിലായിരുന്നു മോഹൻലാൽ ഇന്നലെ വൈകിട്ടൊക്കെ എന്നാണ് അദ്ദേഹവുമായി അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും എല്ലാവരും എത്തിയിരിക്കുകയാണ്. കവിയൂർ പൊന്നമ്മ മോഹൻലാലിന് സ്വന്തം അമ്മയെപ്പോലെ തന്നെയായിരുന്നു. ഒരിക്കലും അവരുടെ മകനായി തനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. മമ്മൂട്ടിയും നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് മോഹൻലാൽ കൂടി എത്തിയിരിക്കുന്നു. 12 മണിവരെയാണ് പൊതുദർശനം. അലമീൻ, മോഹൻലാലിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയായി ഏറ്റവും കൂടുതൽ സിനിമകളിൽ വന്നിട്ടുള്ളത് കവിയൂർ പൊന്നമ്മയാണ്. ഒരിക്കലും അമ്മ മകൻ ബന്ധം അവർക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അവർ ക്യാമറയ്ക്ക് മുന്നിലും അതേ രീതിയിൽ തന്നെ ജീവിക്കുകയായിരുന്നു എന്നാണ് ഇരുവരും പലവട്ടം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ അമ്മയാണിപ്പോൾ വിട പറയുന്നത്. അലമീൻ, അങ്ങനെ തന്നെയാണ് സുജി. അത് മോഹൻലാലിൻ്റെ മറ്റ് പല താരങ്ങൾക്കും കവിയൂർ പൊന്നമ്മ സ്വന്തം അമ്മ എങ്ങനെയാണോ, ഒരു അമ്മയുടെ പരിലാളനവും വാത്സല്യവും എങ്ങനെയായിരുന്നോ അത് അനുഭവിച്ചതാണ് പല താരങ്ങളും ഈ മലയാള സിനിമയിലുള്ളവർ. അത് കവിയൂർ പൊന്നമ്മയിലൂടെ ആ മാതൃവാത്സല്യം അനുഭവിച്ചു വന്ന താരങ്ങൾ തന്നെയാണ് പലരും ഇവിടെ ഇരിക്കുന്നവരും. അവരെല്ലാവരും ആ ഒരു വേദനയിൽ തന്നെയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രമല്ല സുജി, സിനിമയ്ക്ക് പുറത്തായിരുന്നാലും അവരുടെ ആ ഒരു ബന്ധം ഒരു മാതൃവാത്സല്യത്തോടു കൂടി നമുക്കറിയാം. കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം നെറുകയിൽ ചാർത്തിയിട്ടുള്ള വലിയ സിന്ദൂര പൊട്ടും വെള്ള പുടവയും അതുപോലെ അതിനേക്കാളുപരി മുഖത്തെപ്പോഴും കാണുന്ന ഒരു വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിയും ഒരു മാതൃസ്നേഹം തുളുമ്പുന്ന പുഞ്ചിരിയും അതൊക്കെ തന്നെയാണ് ചലച്ചിത്ര താരങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കവിയൂർ പൊന്നമ്മയിലേക്ക് ആകർഷിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മയിലേക്ക് അടുപ്പിച്ച് നിർത്തിയിട്ടുള്ളതും അതുതന്നെയാണ്. പലരും രാവിലെ മുതൽ ഇവിടെ വന്ന പലരും ഇരുന്ന് ഇറനണിഞ്ഞ് കരയുന്നൊരു കാഴ്ച കൂടി നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ആശുപത്രിയിലും കഴിയുമ്പോഴും പലരും പോയി കാണുകയും വാത്സല്യത്തോടെ പെരുമാറുകയും കവിയൂർ പൊന്നമ്മ രോഗം ഭേദമായി മടങ്ങി വരും ജീവിതത്തിലേക്ക്, സിനിമയിലേക്ക് എന്നൊരു പ്രതീക്ഷയൊക്കെ പലരും പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിലാണ് കഴിഞ്ഞ 2-3 ദിവസമായി ആരോഗ്യാവസ്ഥ വളരെ മോശമാവുകയും പിന്നീട് സമയങ്ങളഴിച്ച് കവിയൂർ പൊന്നമ്മ മറ്റൊരു യാത്രയിലേക്ക് തയ്യാറെടുത്ത് കിടക്കുന്നതും. ഇപ്പോൾ പൊതുജനങ്ങളുടെ വലിയ നിരയും നമുക്ക് ഈ കളമശ്ശേരി ടൗൺ മുനിസിപ്പൽ ഹാളിൽ കാണാൻ സാധിക്കും.